അങ്ങനെ മാർച്ച് 1 ഒഫീഷ്യലായിട്ട് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇത്തവണ എന്തായാലും ചെയ്യുമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആപ്പിളിൻ്റെയൊക്കെ ചില്ല ഞാൻ കറക്റ്റായിട്ടൊന്ന് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞാനിത് ചെയ്യാത്തതുകൊണ്ടാണ് ആപ്പിൾ ഉണ്ടാവാത്തതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ എന്തായാലും ഇത് മിസ് ചെയ്യുന്നില്ല. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഒരു കഥയായിരുന്നു കേട്ടോ. എനിക്ക് ആ കഥ മുഴുവൻ ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിലൊരു ഡയലോഗ് മാത്രമാണ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ. അച്ഛൻ്റെ കൊങ്ങണം കത്തി കൊണ്ട് 1, 2, 3 കൊങ്ങണം കത്തി തന്നെയാണ് തോന്നണം കേട്ടോ. എപ്പോഴോ കേട്ട് മറന്നൊരു കഥ പോലെയുണ്ട്. അതറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെ വെയിൽ വന്നത് ഗാർഡനിൽ നിന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. നമ്മളിന്നതേ നമ്മുടെ ഗാർഡനിൽ നിന്നാണ് ഇൻട്രോ പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ജാക്കറ്റിനൊന്നും ഒരാവശ്യമില്ല ഇപ്പോൾ ഇവിടെ ഗാർഡനിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. മാർച്ച് 1 ഒഫീഷ്യലി നമ്മുടെ സ്പ്രിങ് തുടങ്ങിയതുകൊണ്ട് ദേ പുഷ്പങ്ങളൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെയാണ്. കുറച്ചും കൂടെ ലൈഫ് ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടി പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ചെറിയ പരിപാടികളിലായിരുന്നു. നമ്മുടെ ഈ ആപ്പിളിൻ്റെ ഒക്കെ കമ്പൊക്കെ ഒന്ന് ഞാൻ വെട്ടിക്കൊടുക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം ആപ്പിൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആപ്പിൾ കംപ്ലയിൻറ്റ് പറഞ്ഞത് പുള്ളീനെ വെട്ടിക്കൊടുത്തില്ല എന്നാണ്. അപ്പോൾ ഇക്കൊല്ലം ഞാൻ എനിക്കറിയുന്ന രീതിയിലൊക്കെ പുള്ളീനെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ഇക്കൊല്ലം ഇനി ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയില്ല. വേറെ നമുക്ക് ഗാർഡനിൽ നിങ്ങൾക്ക് അറിയാലോ, ദേ ഇവിടെ ഗ്രേപ്സ് ഉണ്ട്. ഇവിടെ നമുക്കൊരു കുട്ടി പോണ്ട് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സമ്മർ ആകുമ്പോൾ പറയാം. കാരണം അധികം നമ്മുടെ വീഡിയോസ് സമ്മറായി കഴിഞ്ഞാൽ ഗാർഡൻ തന്നെ ആയിരിക്കും. നമുക്കിവിടെ കുറേ ഗാർഡൻ ചെയർസ് ഒക്കെ വരാനുണ്ട് കേട്ടോ. ഞാൻ പറയാൻ കാരണം നമുക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ കഴിഞ്ഞ പോലത്തെ സമ്മർ വീഡിയോസ് ഒന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ സമ്മറിൽ അടിപൊളിയായിട്ടുള്ള കളർഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സമ്മറിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു വീഡിയോൻ്റെ മെയിൻ വിശേഷം അതല്ല. നമ്മുടെ ഈ ഒരു മാർച്ച് മാസം നമ്മുടെ ഇവിടുത്തെ NL ഫാമിലിയിൽ ഒരുപാട് പേരുടെ ബർത്ത്ഡേസ് ഉള്ളൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മാസമാണ്. കുറേ സെലിബ്രേഷൻസ് ഉണ്ടാകുന്നൊരു മാസമാണ്. അപ്പോൾ ആരുടെയൊക്കെ ബർത്ത്ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 7 വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്. മാർച്ച് 11 ഗീതുവിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ നമ്മുടെ ആരി ബോയ് ഇല്ലേ, അമ്മു ചേച്ചിയുടെ ഏറ്റവും ചെറിയ ആൾ, അപ്പോൾ അവൻ്റെയും ബർത്ത്ഡേ ആണ് മാർച്ചിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരുപാട് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഓളമുള്ളൊരു മാസമാണ് മാർച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിഷ്ണുവിൻ്റെയും ഗീതുവിൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ. കാരണം മാർച്ച് 7 വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ, ഇന്ന് മാർച്ച് 6 ആണ്. ഞാൻ കാര്യമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഫിൻലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് പീരിയഡ്സ് ആയി. വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തവണത്തെ പീരിയഡ്സ് എന്നെ കൊല വിളിച്ചൊരു പീരിയഡ്സ് ആയിരുന്നു. 2 ദിവസം ഞാൻ ടെറസിൻ്റെ മുകളിലല്ല, ബെഡ്റൂമിൽ ഞാൻ അനങ്ങാതെ കിടക്കുകയായിരുന്നു. ഭയങ്കര വൊമിറ്റിങ്, അതേപോലെ തന്നെ സ്റ്റൊമക്ക് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു, അതേപോലെ തലവേദന, എല്ലാം കൂടെ ഞാൻ പോക്കായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊന്നും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് ബർത്ത്ഡേ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സ്കോപ്പുള്ളൊരു ദിവസം. കാരണം വിഷ്ണു ഇന്ന് ഓഫീസിൽ പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊറ്റ ദിവസമേ ഉള്ളൂ നമുക്ക് ബർത്ത്ഡേ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തവണ കുറച്ച് നന്നായി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ബർത്ത്ഡേയും കൂടെയാണ്. കാരണം വിഷ്ണു ബോയ്ക്ക് 35 വയസ്സായിരിക്കുകയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ബർത്ത്ഡേ ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിനി എന്താണെന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഞാൻ ചെറുതായിട്ടൊരു കുക്കിംഗ് പരിപാടിയിലായിരുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് ഷക്ഷുക്കയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ മുട്ടക്കറിയുടെ ഒരു ചെറിയ വേർതിരിവ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നല്ല എരിയുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷക്ഷുക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കണം. വിഷ്ണു ഒന്ന് നേരത്തെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7:30, 7:45 ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് രാവിലെയും കുറച്ച് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എണീക്കുമ്പോഴേക്ക് വിഷ്ണു പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് ഇന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു 3-4 മന്ത്സിൽ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ചെയ്യണതാണ്, ഒരു 3 മാസം കൂടുമ്പോൾ. അപ്പോൾ എന്നാൽ നമ്മളും ചെയ്യാറുണ്ട് ഒരു 3 മാസത്തിൽ. അപ്പോൾ വിഷ്ണു അതിന് വേണ്ടി പോയിട്ട് അവിടുന്ന് നേരെ ഓഫീസിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ദിവസം. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിന് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റ് തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വിഷ്ണുവിന് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്നെ ഓർഡർ ചെയ്യാൻ പ്രദുവാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിഷ്ണു പൊക്കുമല്ലോ. അപ്പോൾ പ്രദുവിൻ്റെ അഡ്രസ്സിലോട്ടാണ് നമ്മൾ ഓർഡറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. ആൻഡ് ഇന്ന് പ്രദുവിന് കുറച്ച് ജോലി കുറവുള്ള ദിവസമാണ്. അതുകൊണ്ട് പ്രദു എനിക്ക് ഗിഫ്റ്റ് ഇവിടെ വന്ന് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു.
എനിക്ക് അങ്ങോട്ട് പോയി വാങ്ങിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ കാറില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ ബസ്സൊക്കെ എടുത്ത് പോകുമ്പോഴേക്ക് ഒരുപാട് നേരം എടുക്കും, സൈക്കിളിൽ പോകാൻ പറ്റുന്ന ദൂരമല്ല. അപ്പോൾ പ്രതുവിന് ജോലി കുറവാണ്, പ്രതു ജസ്റ്റ് ഇവിടെ ഗിഫ്റ്റ് തന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ പ്രതുവിനെ തിരിച്ച് ഹോഫ് ഡോപ്പ് സെൻറ്ററിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ട്. ഗീതുവിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം, ഒപ്പം വിഷ്ണുവിന് ഉള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങിക്കണം. ബാക്കി കാര്യമായ പ്ലാനിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഒരുമിച്ച് പോകുന്ന വഴിക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ 8 മിനിറ്റിൽ പ്രതു ഇവിടെ എത്തുന്നു പറഞ്ഞിട്ട് പ്രതു വിളിച്ചായിരുന്നു. പ്രതു എത്തുന്നേ വിചാരിക്കുന്നു. പ്രതു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഷക്ഷുക്ക കഴിക്കാം. എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ ഏറ്റവും പങ്ക്ച്വലായിട്ടുള്ള ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും പ്രതു. താങ്ക് യു. കമാൺ. അപ്പോൾ പ്രതുദേ ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ പ്രതുദേ ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് നാളത്തെ വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടോ. തൽക്കാലം നമുക്ക് ഇവിടെ ഒളിപ്പിച്ച് വെക്കാം. ഇവിടെ വെച്ചാൽ വിഷ്ണു കാണില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണില്ലല്ലോ. അപ്പോൾ പ്രതു എന്നെ ഹോഫ് ഡോപ്പ് സെൻറ്ററും ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. പ്രതു ഇവിടെ വന്നിട്ട് നമ്മുടെ ബെല്ലിൽ റിംഗ് ആണല്ലോ ഇവിടെ ബെല്ല് വരുന്നത്. അപ്പോൾ അതിലടിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും സമ്മൺ ഇസ് അറ്റ് ദ ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടായിരിക്കും വിത്ത് വീഡിയോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കള്ളം പറയണം, അതിനെ എത്ര വിശ്വസിക്കുമെന്ന് അറിയില്ല. കാരണം നേരത്തെ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു അങ്ങോട്ട് വേണമെങ്കിൽ ഊബറിന് പോയിക്കോ, അല്ല തിരിച്ച് ഇങ്ങോട്ട് വേണമെങ്കിൽ ഊബറിന് വന്നോ, കാരണം ഞാൻ ഷോപ്പ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ടാവില്ല കയ്യിൽ. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് തംസപ്പൊക്കെ കൊടുത്തായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വിത്ത് പടം വിഷ്ണുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ ആലോചിച്ചില്ലേ, പ്രതോനെങ്കിലും ഒന്നും ആലോചിക്കാറുന്നില്ലേ? ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പകുതിയായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഷക്ഷുക്ക മണം ഈ കാറ് മുഴുവൻ വ്യാപിച്ചത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചിലപ്പോൾ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്നോട് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഷക്ഷുക്കയുടെ റെസിപ്പി പറഞ്ഞു തരുമോ എന്നുള്ളത്. തൽക്കാലം ഞാൻ ഇതൊന്ന് പോയിട്ട് ടോപ്പ് ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഭയങ്കര മണം നല്ല കാറ് മൊത്തം ഷക്ഷുക്കയായിട്ടുണ്ട്. ഞാൻ അതെ ഓടിപ്പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ മുടിയുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണല്ലോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആവുകൊണ്ട് റോഡിലൊക്കെ തിരക്ക് നല്ല കുറവാട്ടോ. അതേപോലെ തന്നെ ഷോപ്സിലും നല്ല തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളിതേ ഹോഫ് ഡോപ്പ് സെൻറ്റർ എത്തി. ആകെ മൊത്തം ഒരു ഓട്ടായി പോയിട്ടോ ഇറങ്ങാൻ നേരത്ത്. കാരണം കാറിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടായി മസാലയുടെ. അപ്പോൾ ഇവിടെ പൊതുവേ എല്ലാവരും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് നമ്മൾ അത്യാവശ്യം പ്ലസൻറ്റബിൾ ആവുക, അതേപോലെ തന്നെ നമ്മൾക്കധികം ഇങ്ങനെ മസാല മണങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, എന്തിനാ അങ്ങനെ പോണേന്ന്. അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഓട്ടായി പോയി അവസാനം. എന്തായാലും നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയെങ്കിലും മുഴുവൻ കഴിക്കാനൊരു സമയം കിട്ടിയില്ല, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഹേമയിൽ പോയിട്ട് എന്തെങ്കിലും കാര്യമായി കഴിക്കാം, അതിനുശേഷം ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അധികം മാസത്തിലൊരു തവണ ഇങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് ഞാൻ എന്നീട് ഡേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. അതായത് ചുമ്മാ പുറത്ത് വരിക, കുറച്ച് ഷോപ്സിലൊക്കെ കയറി ഇറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, മൂഡുണ്ടെങ്കിൽ ഒരു മൂവിക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇവിടെയാണ് ഹോഫ് ഡോപ്പ് സെൻറ്ററാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അധികം ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാറ്. എനിക്കിഷ്ടമാണ് ഇവരുടെ ഈ ഒരു ഐസ് കോഫിയും അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ബർഗറും. ഇവിടെ അധികം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അധികം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നല്ല രസമാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് എഡിറ്റൊക്കെ ചെയ്യാറുണ്ട് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കടയാണ് ഹേമ. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രൊഡക്ട്സും എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലഞ്ച് ഇവിടെ കഴിച്ചു തീർന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്തെങ്കിലും പാർട്ടി ഐറ്റംസ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ആക്ച്വലി കുറേ ഷോപ്സൊക്കെയുള്ള വലിയൊരു സെൻറ്ററാണ് കേട്ടോ. സോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് പാർട്ടി പ്രൊഡക്ട്സ് അങ്ങനത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്. ഞാനിപ്പോൾ കുറേ നേരം ഇവിടെ വന്നിട്ട് കേട്ടോ. പക്ഷെ ഞാൻ വന്ന സമയം തൊട്ടിട്ട് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈശാഖ് സാറെ വിളിച്ചു, അൽക്കേനെ വിളിച്ചു, അമ്മേനെ വിളിച്ചു, ദീപചേച്ചിനെ വിളിച്ചു. ഒരു 2 മണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം. ഇനി കാര്യമായിട്ട് ഈ വക പരിപാടികളൊക്കെ ഒന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ കട അടച്ചു പോകും. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വിഷ്ണു വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ വീട്ടിലെത്തുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും എടുക്കാനില്ല കേട്ടോ. നമുക്ക് ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് മാത്രം എടുക്കാം, നമ്പർ ബലൂൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എൻ്റെ മൈൻഡിൽ ആക്ച്വലി ഉണ്ടല്ലോ ഈ ഒരു 21, 30, 35 കൂടെ ഉണ്ടായിരുന്നു ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ബർത്ത്ഡേ ആയിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേ 16, 18, 21 പിന്നെ ഏതായിരുന്നു 30, 40, 35 ഇല്ല എന്നുള്ളത്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മളങ്ങനെ കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങൾ വാങ്ങിച്ചു. ഇനി നമുക്കിവിടെ ഡഗ്ലസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ പോകാട്ടോ. അവിടുന്ന് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐലൈനർ വാങ്ങിക്കണം. ഗീത് കുറച്ച് കാലമായി ഒരു കളർ കറക്ടറൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നു. അപ്പോൾ ഒരു മേക്കപ്പ് ഹാമ്പർ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. പോയി നോക്കി നോക്കട്ടെ.
ഗീതുവിന് എന്താ വാങ്ങിക്കുക എന്നുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ഗീതുവിന് ഏറ്റവും ഇഷ്ടം ഫുഡാണ്. അപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയാലോ എന്നൊക്കെ അത് ഞാൻ ആലോചിച്ചു. പക്ഷെ അതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് റീസെൻ്റായിട്ട് ഗീതുവിന് കുറച്ച് ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ കളർ കറക്ടറിനോടൊക്കെ ഒരു ചെറിയൊരു താല്പര്യം വന്നിട്ടുണ്ട്. എൻ്റെ ഒപ്പം അന്ന് മേക്കപ്പ് ക്ലാസ്സിന് വന്നതിന് ശേഷം കേട്ടോ. എന്നാൽ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമുക്ക് വാങ്ങിയിട്ട് ഗീതുവിനൊരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഡഗ്ലസിന് അങ്ങനത്തെ ഒരു എനിക്കിഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു. അവരെനിക്കിതേ ഗിഫ്റ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗീതുവിന് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് വാങ്ങിയത് കേട്ടോ. ഗീതുവിന് ഭയങ്കര മടിയാണ് മേക്കപ്പിൻ്റെ മുകളിൽ പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗീതു ഫുഡിനും ട്രാവലിനൊക്കെ വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും മേക്കപ്പിന് സ്പെൻഡ് ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗീതുവിന് ഇഷ്ടമാണ് പക്ഷേ മേക്കപ്പ് കുറച്ചൊക്കെ ട്രൈ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. ഇനി ഞാൻ പോകുന്നത് ഇവിടെ ഒരു ബാഗിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണുവിന് ഒരു ഓഫീസ് ബാഗും കൂടെ കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയാൽ കിട്ടുമോ നോക്കാം. ഒന്നിൽ കൂടുതൽ ഗിഫ്റ്റ് വാങ്ങി ഞാൻ ഓവറാക്കല്ല കേട്ടോ. ബർത്ത്ഡേ ഇല്ലാന്നുണ്ടെങ്കിലും ഞാനൊരു ഓഫീസ് ബാഗ് വിഷ്ണുവിന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിഷ്ണുവിൻ്റെ നേച്ചർ ഞാൻ പറയുന്നുണ്ടായിരിക്കും. വിഷ്ണു ഒരു കാര്യം വിഷ്ണുവിന് ആവശ്യമുള്ളത് വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. കുറവെന്ന് പറയാൻ പറ്റില്ല, വാങ്ങിക്കാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അധികം ഞാൻ തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഓഫീസ് ബാഗ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഞാനൊരു 1-2 മാസമൊക്കെ വെയിറ്റ് ചെയ്തു വിഷ്ണു വാങ്ങിക്കുമായിരിക്കും, ആ ഇനീഷ്യേറ്റീവ് ഒന്ന് വിഷ്ണുവിൻ്റെ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ തന്നെ ബാഗ് വാങ്ങിക്കാം, അതൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഈ കാണുന്ന ഒരു കാർഡ് ഹോൾഡറും കൂടെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. കാരണം അതും ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം ആസ് യൂഷ്വൽ എനിക്കിഷ്ടമുള്ള 1-2 ഷോപ്പിലൊക്കെ കയറി ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. ഏതൊക്കെയാണ് വാങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇന്ന് അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. സമയം 3:15. നമുക്കൊരു 4 ആവുമ്പോഴെങ്കിലും ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണ് വിചാരിച്ച പോലെ നമുക്ക് റാപ്പ് ചെയ്യാനൊക്കെ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഒരു 40 മിനിറ്റും കൂടെ നമുക്കിവിടെ ചുറ്റി കളിച്ചിട്ട് നമുക്ക് പോവാം. ചൂടെടുത്തിട്ടേ ഞാൻ ജാക്കറ്റൊക്കെ ഊരി. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണം. പുറത്ത് നടക്കപ്പോൾ ജാക്കറ്റിൻ്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല. ആസ് എക്സ്പെക്റ്റഡ് തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അല്ലെങ്കിലും പറയാൻ മാത്രം തിരക്കൊന്നും ഞാനിവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറവായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങി പോവാന്ന് ഓർത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു ചെറിയ കപ്പ് കേക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്ക് വാങ്ങിക്കാറില്ല പൊതുവേ, കാരണം എപ്പോൾ വാങ്ങിച്ചാലും അത് വേസ്റ്റ് ആവുക ചെയ്യാറ്. അതോടുകൂടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ചെറിയ കപ്പ് കേക്ക് വാങ്ങിക്കാം. ഞാനിവിടെ തിരിച്ച് ഹേമയിൽ തന്നെയാണ് കേട്ടോ വന്നത് കേക്ക് വാങ്ങിക്കാൻ. ഇവിടെ അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കാണുന്ന കേക്കാണ് ഞാൻ എടുത്തത്. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ ഊബർ എന്നുള്ളത് ഡച്ചിൽ ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്ന കേട്ടത് നല്ല രസമുണ്ട് കേട്ടോ. ഉബേർ എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്ന കേൾക്കാറ്. അങ്ങനെ വന്ന് കയറി നല്ല അടിപൊളിയായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന് കയറി ഉടനെ ഞാൻ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ശക്ഷൊക്കെ എടുത്ത് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ ഒന്ന് വളച്ചൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു മുട്ടക്കറി ആക്കാം. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്കിനി കുറച്ച് കിച്ചൺ ക്ലീനിങ് ഒക്കെ ബാക്കി കിടക്കുന്നുണ്ട്. പിന്നെ അതേ വാങ്ങിച്ചു കൊടുന്ന സാധനം പകുതി ഞാൻ ഇവിടെയും പകുതി വരുന്ന വഴിക്കൊക്കെ വെച്ചിട്ടുണ്ട്. വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഇപ്പോൾ ഇറങ്ങും എന്നുള്ളത്. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ 6 മണിക്ക് വിഷ്ണു ഇറങ്ങിയാൽ ഒരു 6:40 ഒക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. അതിനുള്ള നമുക്ക് എല്ലാ ഗിഫ്റ്റ്സും ഒന്ന് പെട്ടെന്ന് റാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ആദ്യം വിഷ്ണു വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്കിത് റാപ്പ് ചെയ്തിട്ട് ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലൊന്ന് ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് തീർക്കാൻ നോക്കട്ടെ കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനും സർപ്രൈസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്കിത് ഈ ഗിഫ്റ്റ് നന്നായി പാക്ക് ചെയ്യാനുള്ള പരിപാടിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എത്രയോ കാലം മുന്നേ എൻ്റെ വീട്ടിലും നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലൊക്കെ ഗിഫ്റ്റ് പാക്കിംഗ് എപ്പോഴും എൻ്റെ ഒരു ജോലിയായിരുന്നു. വിഷ്ണു വിളിച്ചിരുന്നു കേട്ടോ. വിഷ്ണു ഇപ്പോൾ 20 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേക്ക് എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെന്ന് നോക്കാം. എത്ര ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തല്ലേ വെക്കുന്നത്. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം ഇതെടുത്ത് ഒളിപ്പിച്ച് വെക്കാൻ. ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണു ഇന്ന് കേക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വന്ന് ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫ്രിഡ്ജ് തുറക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ മേ ബി നമ്മുടെ കേക്ക് ഇവിടെ സേഫ് ആയിരിക്കും. ഞാൻ ഇവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാഗാണ്. ഇത് നേരത്തെ കണ്ട ആ ഒരു എന്താ ഇതിന് പറയാ, വാളറ്റ് ആണെന്ന് തോന്നുന്നു, നമ്മുടെ കാർഡ് ഹോൾഡർ. അതാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഗിഫ്റ്റ്. അപ്പോൾ ഇതെല്ലാം തൽക്കാലം നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കാം കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ വാങ്ങിച്ച ഡെക്കറേഷൻ്റെ സാധനമില്ലേ, അത് നമുക്ക് ഒളിപ്പിച്ച് വെക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ
എവിടെയെങ്കിലും ഞാൻ കൊണ്ടുപോയി അത് കൊളാക്കും. അത് ഇത്തവണ കൊളാക്കാതെ നോക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് 2 ബാഗ് ഞാൻ കാലിയാക്കി കേട്ടോ. ഒരു ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് തൽക്കാലം ഈ ഒരു നേരത്തെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചില്ലേ അതേ സ്ഥലത്ത് നമുക്ക് വെക്കാം. ഞാൻ ഇത്രയൊക്കെ പണിയെടുക്കുന്നത് വെറുതെയാണെന്ന് ഏകദേശം എനിക്കറിയാം കേട്ടോ. കാരണം എന്തൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഞാൻ പല സ്ഥലങ്ങളിലും ബാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിനത് മനസ്സിലാവാറുണ്ട്. ഇത്തവണയും മനസ്സിലാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. പക്ഷെ എന്നാലും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ധൃതി പിടിച്ചൊരു കാര്യം ചെയ്യാൻ നോക്കിയാൽ എപ്പോഴും ഞാൻ ഫുൾ മെസ്സി ആക്കൂട്ടെ. അങ്ങനെയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ. ഞാനിതൊരു സൈഡിൽ നിന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങട്ടെ. കുറേ സമയം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാലും ഞാൻ വന്നിട്ട് കുറെ ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ സമയം കളഞ്ഞു. ഇപ്പൊ ഇതെല്ലാം കൂടെ തിരക്കായിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. അല്ലെങ്കിൽ എന്തായാലും ഇഷ്ടം മനസ്സിലാവും. ഞാൻ എന്തായാലും മനസ്സിലാവും. ഇത് വെച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:30 ആകുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ റൂമിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ഈ റൂമൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ആർഭാടകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷെ എന്നാലും ഒരു രസമല്ലേ. അപ്പോൾ ഈ ബലൂണൊന്നും എനിക്ക് അപ്പോൾ ഊതി വീർപ്പിക്കാനുള്ളൊരു സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ നമ്പർ ബലൂൺസൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് വീർപ്പിച്ച് ഈ ഒരു ബെഡിൻ്റെ അടിയിൽ നമുക്ക് ഒളിപ്പിച്ച് വെക്കാമെന്നുള്ളത്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ കീ ഉണ്ട്. അതുകൊണ്ട് വിഷ്ണു വന്നു കഴിഞ്ഞാൽ കോളിംഗ് ബെല്ല് അടിക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ വിഷ്ണു കീ വെച്ച് തുറന്ന് വീട്ടിൻ്റെ അകത്ത് കയറുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാറ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ബലൂൺസും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് കട്ടിൻ്റെ അടിയിൽ വെക്കുന്നുണ്ടായിരുന്നത്. ഇതെടുക്കാൻ പുറത്തേക്ക് കിട്ടുമെന്നാവോ. താഴെ എന്തൊക്കെയോ തട്ടുന്നേയും മുട്ടുന്നേയും ശബ്ദം കേട്ട് ഞാൻ വന്നു നോക്കിയപ്പോൾ വിഷ്ണു ഇവിടെ വന്നിട്ടുണ്ട്. വിഷ്ണു കുറച്ചൊരു കലിപ്പിലാണ്. കാരണം വിഷ്ണു എന്നോട് പാത്രങ്ങൾ തിരിച്ച് ഡിഷൊന്ന് എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പറ്റ മറന്നുപോയി. അപ്പോൾ വിഷ്ണു വന്ന ഉടനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓടിപ്പോയി വിഷ്ണുവിന് ഡിഷൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒപ്പം നിന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ മുകളിലോട്ട് വന്ന് നമ്മൾ നേരത്തെ ചെയ്ത പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ലെറ്റേഴ്സ്, അതായത് HAPPY ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ത്രെഡിലൊന്ന് കോർത്ത് വെക്കാം. കാരണം രാത്രി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടെ ചെയ്ത് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ ഞാൻ പ്രിപ്പറേഷൻ വർക്ക്സൊക്കെ ഇപ്പോൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ വിഷ്ണു ഇങ്ങോട്ട് കയറി വരുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചാൻസ് ഞാൻ എടുത്തു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതൊക്കെ എത്ര ഒളിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാലും വിഷ്ണുവിന് ഇതൊക്കെ മനസ്സിലാവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അധികം ഞാൻ എഫേർട്ട് എടുത്ത് ഒളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതേതെങ്കിലുമൊക്കെ അവസരത്തിൽ വിഷ്ണു പൊക്കാറുണ്ട്. നമുക്കിപ്പോൾ എല്ലാ ദിവസവും 8 മണിക്ക് ഡച്ച് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ വിഷ്ണു ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്ക് ഓടിപ്പോയിട്ട് നമ്മൾ ഡിന്നർ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇപ്പം ഉണ്ടാക്കുന്ന സാലഡ് ഉണ്ടാക്കുന്ന ദിവസം ഒരു ചെറിയ ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ ആയിട്ട് ചെയ്തിടണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഇന്ന് നമുക്ക് ഷോർട്സ് എടുക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പം എന്തായാലും വീഡിയോ എടുക്കൊണ്ട് വീഡിയോൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ആപ്പിൾ ചിക്കൻ പീനട്ട് സാലഡ് റെസിപ്പി പറഞ്ഞുതരാം. ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് സംഗതികൾ ഇട്ടിട്ട് പെട്ടെന്നുള്ള ഒരു നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാലഡ്. ഇത് ഞാൻ 1-2 തവണ കഴിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടില്ലേ റോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റോസാണ് എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവളുടെ അടുത്താണ് കഴിച്ചിട്ടുള്ളത് 1-2 തവണ. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് ലെറ്റൂസ് ലീഫ്, കുക്കുംബർ, പിന്നെ ആപ്പിള്, ചിക്കൻ, പീനട്ട്, പിന്നെ യോഗേർട്ട്, പെപ്പർ, ചില്ലി ഫ്ലേക്സ്, അങ്ങനത്തെ കുറച്ച് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ സമയം 7:15 8 മണിക്ക് നമുക്ക് ഡച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല ഞാനും ഇഷ്ടം കൂടെ ഡച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഡച്ച് ലാംഗ്വേജ് ആയിട്ട് പഠിക്കാനല്ല കേട്ടോ, ഡച്ച് എക്സാം എഴുതി ക്ലിയർ ചെയ്യാനുള്ള പഠിത്തമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് 8 മണിക്ക് തുടങ്ങും. അതിന് മുന്നേ ഞാൻ ഈ ഒരു സാലഡ് പെട്ടെന്ന് തട്ടിക്കൂട്ടട്ടെ. നമുക്ക് 2 പേർക്കും ഡിന്നറിന് സാലഡ്സൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നെക്കാളും ഇഷ്ടം സത്യം പറഞ്ഞാൽ വിഷ്ണുവിനാണ്. പക്ഷെ നമുക്ക് 2 പേർക്കും അത്ര അധികം റെസിപ്പീസും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അമ്മുച്ചേച്ചി ഒരുപാട് സാലഡ്സ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അമ്മുച്ചേച്ചിയുടെ സാലഡൊക്കെ കൊടുക്കത്ത ടേസ്റ്റുമാണ് കേട്ടോ. അത്രയൊന്നും ഞാൻ ഉണ്ടാക്കിയെത്തില്ല. എന്നാലും അമ്മുച്ചേച്ചിയുടെ കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞാൻ സാലഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് റോസും കുറേയൊക്കെ ഇങ്ങനെ സാലഡ്സ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ റോസിൻ്റെ ഒരു റെസിപ്പിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്.
ഒന്നുമില്ല, ഗ്രീൻ ആപ്പിൾ എടുക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതിനുശേഷം ഗ്രീൻ ആപ്പിളും നേരത്തെ കണ്ട ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലെറ്റൂസാണ്. അല്ല, ലെറ്റൂസ് ആയിരുന്നില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ലീവ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യാരറ്റും കുക്കുംബറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ വിനീഗറും കേർഡും ക്രഷ്ഡ് ചില്ലിയും പെപ്പറും ആണ് നമ്മൾ ഡ്രസ്സിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഇതിലോട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാണ് ചെയ്തിട്ട് ഒരു കടശാരം, നിങ്ങളുടെ നാട്ടിൽ പറയില്ലേ കടശാരം എന്നുള്ളത്, നമ്മുടെ മലപ്പുറത്തൊക്കെ പറയും. അപ്പോൾ ഇന്നൊരു കടശാരം സാലഡാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ആയി വന്നില്ല, അതുകൊണ്ട് എനിക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ എല്ലാ ദിവസവും സാലഡൊന്നും അല്ല കേട്ടോ കഴിക്കാറ്. ഇന്ന് സാലഡ് കഴിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം എല്ലാ കാര്യങ്ങളും കഴിക്കാറുണ്ട്. പക്ഷേ രണ്ടും കൂടെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ട്രൈ ചെയ്യാറ്. ഞാൻ അത് എടുത്തു പറയാൻ കാരണം ഞാൻ ഷോർട്സൊക്കെ ഇടുമ്പോൾ ചില കമൻസൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാനപ്പോൾ ഡിന്നറിന് എന്താ കഴിക്കാറ്, എപ്പോഴും ഇങ്ങനത്തെ ഫുഡാണോ കഴിക്കാറ് എന്നുള്ളതൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഞാൻ 2 രീതിയിലുള്ള ഫുഡും ബാലൻസ് ചെയ്ത് കഴിച്ചു പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതിൽ ആക്ച്വലി നമ്മൾ ചിക്കനും കൂടെ ഇടും കേട്ടോ. പക്ഷേ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു മിനിറ്റ്, ഇല്ലെങ്കിൽ ആപ്പിൾ തൊണ്ടേ കുടുങ്ങി ചത്തേനെ. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ചുമ്മാ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് ചിക്കനും ബ്രെഡും കൂടെ കഴിക്കാം. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഓൾറെഡി അവിടെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനും വിഷ്ണുവും 2 രീതിയിൽ വരുന്ന സ്റ്റുഡൻസാണ് കേട്ടോ. വിഷ്ണു ഭയങ്കര ഒബീഡിയൻ, ഭയങ്കര ഹോംവർക്കൊക്കെ ചെയ്ത് അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെയായിരുന്നു എന്ന് വിഷ്ണുവിൻ്റെ അമ്മ പറയാറുണ്ട്. പക്ഷെ ഇത്ര ഓവറാന്ന് എനിക്കറിയില്ലായിരുന്നു. അതും കൂടെ പോയിരിക്കട്ടെ ഇനി അവിടെ. അങ്ങനെ നമ്മൾ ഡച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കറക്റ്റ് 8 മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അവസരത്തിൽ ഒരു കഥ പറയാനുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോംവർക്ക് തരും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഹോംവർക്ക് ഞാനും വിഷ്ണുവും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാറ്. കാരണം 2 പേരും 2 രീതിയിൽ ചിന്തിച്ച് തെറ്റുകളൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ വരുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു ദിവസം ഹോംവർക്ക് ഞാൻ ചെയ്തില്ല. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു വിഷ്ണുവും ചെയ്തിട്ടില്ല എന്ന്. ഞാൻ എന്നിട്ട് വിഷ്ണുവിനെ വിശ്വസിച്ച് ക്ലാസ്സിന് കയറി കഴിഞ്ഞപ്പോൾ വിഷ്ണു എല്ലാ ഹോംവർക്കും ചെയ്തിരിക്കുന്നു. ഒരുമാതിരി ക്ലാസ്സിലെ പഠിപ്പിസ്റ്റുകൾ ചെയ്യുന്ന ഒരു ചീറ്റിങ്ങാണ് വിഷ്ണു എൻ്റെ അടുത്ത് ചെയ്തത്. അപ്പോൾ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിലൊക്കെ നോക്കി അറിയാം വിഷ്ണു എത്ര ശ്രദ്ധിച്ചാൽ ക്ലാസ്സിലിരിക്കുക എന്നുള്ളത്. വിഷ്ണുവിൻ്റേന്ന് ഞാൻ എപ്പോഴും മോട്ടിവേറ്റഡ് ആവാറുള്ള ഒരു കാര്യം വിഷ്ണുവിൻ്റെ വില്ലിങ്നെസ് ടു ഹാർഡ് വർക്കാണ്. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റേന്ന് കണ്ട് പഠിച്ചൊരു ക്വാളിറ്റിയാണ് കേട്ടോ അത്. ഞാൻ അത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആളായിരുന്നില്ല. എൻ്റെ ബേസ് ക്യാരക്ടർ അതല്ല. അപ്പോൾ ഞാൻ കല്യാണത്തിന് ശേഷം വിഷ്ണുവിൻ്റെ നിന്ന് കണ്ടു പഠിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ഹാർഡ് വർക്കിംഗ് എന്നുള്ളത്. 2 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഇന്ന് 8 to 10 ആയിരുന്നു. അപ്പോൾ 10 മണിക്ക് കൃത്യം ക്ലാസ് കഴിഞ്ഞു. ഞാൻ അതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ബേസിക്കായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ. പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയിൽ എനിക്ക് വിശന്നിട്ട് ഞാൻ ആ ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് എയർ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ചായിരുന്നു ക്ലാസ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോർട്സിൽ അതേപോലെ ഞാൻ 1-2 കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, കിച്ചൺ എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറെന്നുള്ളത് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഷോർട്സിൽ ചോദിച്ച കാര്യങ്ങൾ ഷോർട്സിൽ തന്നെ ആൻസർ ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷേ ആകെ 1 മിനിറ്റിൽ എനിക്ക് അതൊന്നും പറഞ്ഞെത്താറില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനും ഉണ്ട്. ആകെ 1 മിനിറ്റേ ഉള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണത്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ മീലിന് ശേഷം ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡെയിലി വൺസ് ഞാൻ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഷോർട്സിൽ ഓഡിയൻസിന് അറിയിക്കാം. എനിക്കറിയാം ഷോർട്സിനും നമ്മുടെ ഈ ഒരു വീഡിയോനും ഒക്കെ 2 വ്യൂവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ അറിയണമെന്നില്ല. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടോ. വിഷ്ണു താഴെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റിനെ തോന്നുന്നു, ഏതോ കാലത്ത് ക്രിക്കറ്റായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. അത് കഴിഞ്ഞ് ഈ റൂം തന്നെ ഞാൻ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉറക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് ഈ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇപ്പം തന്നെ ഒരു 25-26 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ബാക്കി ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതും വിഷ്ണുവിനെ സർപ്രൈസ് ചെയ്തതും എല്ലാം കൂടെ ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ വീഡിയോ ആയിട്ട് മാറും. അപ്പം നിങ്ങൾക്കും എനിക്കും അത് ബോറടി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നാളെ തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അറിയിച്ചും കൊണ്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. തൽക്കാലം ഈ ഒരു ഡെക്കറേഷനോട് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. എൻ്റെ ഡെക്കറേഷൻ ഒരു പരിധി വരെ ഫ്ലോപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് എങ്ങനെ നോക്കിയിട്ടും ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ കേർട്ടൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് അതിൽ ഈ കാണുന്നത് പോലെ ടൈ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. കണ്ടോ, ഞാൻ ഈച്ച് ടൈം ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ അതിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ പൊട്ടി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അധികം ഇത് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എൻ്റെ വേറെ അധികം നല്ല ഹോൾഡ് ചെയ്യുന്ന ടേപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു കേർട്ടൻ്റെ ഒരു ചെറിയ പോർഷനിൽ തന്നെ ആ ഒരു ത്രെഡിൻ്റെ ഒരു എൻഡ് അങ്ങോട്ട് ടൈ ചെയ്തിട്ടു.
ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ മറ്റേ എൻഡിലും നമ്മൾ സെയിം മെക്കാനിസമാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. നമ്മൾ കേട്ടൻ്റെ മുകളിൽ ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ 35 എന്നുള്ള ആ നമ്പർ ബലൂൺ ഞാൻ വോളിൽ സ്റ്റിക്ക് ചെയ്തില്ല, ബെഡിൻ്റെ മുകളിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ചെറിയ ഡെക്കറേഷൻ. ബാക്കി ബലൂൺസും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിന് ഡെക്കറേഷൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള എൻ്റെ ഒരു വ്യഗ്രത. ഇത്രയും നേരം ഞാൻ മുകളിലിരിക്കുമ്പോൾ വിഷ്ണുവിന് എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഇവിടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു വിഷ്ണുവിൻ്റെ റിയാക്ഷൻ എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. Hey Vishnu, happy birthday.